കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് യൂട്യൂബിൽ കണ്ടു. ഒരാൾ പറയുന്നത് തൻ്റെ തലയിൽ ആരോ ഒരു മൈക്രോ ചിപ്പ് നിക്ഷേപിച്ചു എന്ന്. മറ്റൊരു ലേഡി പറയുന്നത് കേട്ടു, അവർക്ക് തലയിൽ ആരോ മൈക്രോ ചിപ്പ് നിക്ഷേപിച്ച് അവരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മെൻ്റലായിട്ട് അവരെ രണ്ടുപേരെയും ടോർച്ചർ ചെയ്യുന്നു, ഉറങ്ങാൻ കഴിയുന്നില്ല, കൂടെ കൂടെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവരുടെ അവസ്ഥകൾ പ്രതിപാദിക്കുന്നതാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന സമയത്ത് അന്നത്തെ DGPയുടെ അവിടെ ഇംഗ്ലണ്ടിൽ പഠിച്ച് ഇംഗ്ലണ്ടിൽ ജോലി കിട്ടി വളരെ ബുദ്ധിമാനായ ശാസ്ത്രമംഗലംകാരൻ, അയാൾ ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങി വന്നു. വെൽ ഡ്രസ്ഡാണ്, ടൈയൊക്കെ കിട്ടും, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് പറയും. അന്നത്തെ DGPയെ പോയി കണ്ടു. തന്നെ ആരോ ടോർച്ചർ ചെയ്യുന്നു. അന്ന് ഇത്രയൊന്നും അഡ്വാൻസ്ഡ് അല്ല നമ്മുടെ സയൻസ്, എങ്കിലും അയാളെ മെൻ്റലായിട്ട് ടോർച്ചർ ചെയ്യുന്നു, ഉറങ്ങാൻ കഴിയുന്നില്ല. അത് ഏകദേശം സൗത്ത് ഈസ്റ്റേൺ ഏതോ രാജ്യത്തു നിന്നാണ് വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ജപ്പാനോ അങ്ങനെയുള്ള ഭാഗത്തുനിന്ന് ഏതോ ആരോ തന്നെ പീഡിപ്പിക്കുന്നു. ഹൈലി എഡ്യൂക്കേറ്റഡാണ്, വളരെ സ്മാർട്ടാണ് കാണാനും. അത് DGPയെ പല പ്രാവശ്യം പോയി കണ്ടു. അതൊരു ശല്യമായിട്ട് വന്നു. DGPയെ കാണുമ്പം നേരത്തെ ലെറ്റർ അയച്ച് ടൈം ഫിക്സ് ചെയ്ത് ആ സമയത്ത് കൃത്യമായിട്ട് DGP ഓഫീസിൽ ചെല്ലും, വെയിറ്റ് ചെയ്യും. എത്ര മണി വരെ വേണമെങ്കിലും വെയിറ്റ് ചെയ്യും. പറയുന്ന സമയത്ത് മാത്രം അദ്ദേഹത്തിനെ കണ്ട് കാര്യം പറയും. തന്നെ ആരോ ടോർച്ചർ ചെയ്യുകയാണ്, അതിനെതിരായിട്ട് കേസെടുക്കണം, ഇതാണ് ആവശ്യം. ഏതായാലും കുറേ പ്രാവശ്യം ആയിക്കഴിഞ്ഞപ്പോൾ DGP ഒരു അബ്നോർമൽ പേഴ്സൺ ആണ് എന്ന് കരുതി പതുക്കെ. എന്നാൽ അയാളുടെ എങ്ങനെ പറയും? ഇംഗ്ലണ്ടിൽ പഠിച്ച ആളാണ്, എൻജിനീയറാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, അതർവൈസ് നോർമൽ, ഒരു വട്ടനാണെന്ന് പറയാൻ പറ്റില്ല. പതുക്കെ ശല്യം കൂടിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു. സിറ്റി പോലീസ് കമ്മീഷണറും ഇതേ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചു. അദ്ദേഹം പതുക്കെ പറഞ്ഞു, ശരി, നമ്മൾ അതേപ്പറ്റി അന്വേഷിക്കട്ടെ, പെറ്റീഷൻ എഴുതി കൊടുക്കും ഇംഗ്ലീഷിൽ, അന്വേഷിക്കട്ടെ, ഒരു 3 മാസം കഴിഞ്ഞ് വാ. എപ്പം വരണം? 3 മാസം കൃത്യം ടൈം പറയണം, ഡേറ്റ് പറയണം. അത് ഇംഗ്ലണ്ടിൽ പഠിച്ചു വളർന്ന ആളാണ്, മലയാളിയാണ്, മലയാളം സംസാരിക്കും. കമ്മീഷണർ കുറേ പ്രാവശ്യം സമയമൊക്കെ കൊടുത്തു, നീട്ടി അവിടെ ശല്യം കൂടിക്കഴിഞ്ഞപ്പം അന്നത്തെ മ്യൂസിയം സബ് ഇൻസ്പെക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു. അപ്പം കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്, ജോർജ് ജോസഫ് ഒന്ന് പുള്ളിയുടെ കാര്യങ്ങളൊന്ന് പരിഗണിക്കണം. ഞാൻ ഒരു പരാതിയാണെന്ന് വിചാരിച്ച് വന്നു. വെൽ ഡ്രസ്ഡ്, ടൈയൊക്കെ കെട്ടിയിട്ടുണ്ട്, ഷൂ ഒക്കെ നല്ല വെൽ പോളിഷ്ഡ് ആണ്. വരൂ, ഇരിക്കാം സാറ്, ഇരിക്കൂ, കാര്യം കേട്ടു. കംപ്ലൈൻറ്റ് മുഴുവൻ കേട്ടു. ഇംഗ്ലണ്ടിൽ പഠിച്ച വിവരങ്ങൾ, ജോലി ചെയ്ത വിവരങ്ങളും, ഇപ്പോൾ ശാസ്ത്രമംഗലത്ത് കുടുംബ വീട്ടിൽ ആണ് താമസിക്കുന്നത്. അവിടെ ഒരു ബെഡ്റൂമിലാണ്, ഒരു റൂമുണ്ട്, അൺമാരീഡ് പേഴ്സൺ, കല്യാണം കഴിച്ചിട്ടില്ല, ആ ഒരു മുറി താമസിക്കുന്നു, ബാറ്റ് അറ്റാച്ച്ഡാണ്. അപ്പം കൂടെ പുള്ളിയെ ടോർച്ചർ ചെയ്യുകയാണ് ആരോ. ഞാൻ ചോദിച്ചത് എപ്പോഴാണ് അനുഭവപ്പെടുന്നത്? അങ്ങനെയൊന്നുമില്ല, എങ്കിലും ടോർച്ചർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു ബാഡ് സ്മെല്ല് വരുമെന്ന്. അത് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? അത് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തുള്ള ശാസ്ത്രമംഗലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ വിദേശ രാജ്യങ്ങളിൽ എവിടെ നിന്നാണ് അത് വരുന്നത്? എന്ത് ചെയ്യാൻ നോക്കും? ഞാൻ പല പരാതികളും ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഗവർണർക്ക് കൊടുത്തു, ഇന്ത്യൻ പ്രസിഡന്റ് കൊടുത്തു, ഒരു നടപടി എടുത്തില്ല. നടപടി എടുക്കാത്ത ഗവർണറെ അറസ്റ്റ് ചെയ്യണമെന്നുകൂടെ പറഞ്ഞു. കാര്യം എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, ഞാനത് അന്വേഷിക്കട്ടെ. ശരി സാർ, അന്വേഷിക്കുക. ഇത്ര നാളും അയാളെ കമ്മീഷണറും DGP ഓഫീസും കറങ്ങി നടന്നതിനെപ്പറ്റി ഒന്നും ഒരു വറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അന്വേഷിക്കട്ടെ, നോക്കട്ടെ, ഒരു 2 ആഴ്ച കഴിഞ്ഞ് വാ. എപ്പം വരണം? ഡേറ്റ് പറയണം. ഞാൻ ഡേറ്റ് പറഞ്ഞു കൊടുത്തു. രാവിലെ ഒരു 10 മണിക്ക് വാ. കറക്റ്റ് 9:50 ആയപ്പം സെൻട്രിയുടെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. ഞാൻ പറയും, കയറി വാ, ഇരിക്ക്,
സംസാരിച്ചു. ഗവർണറെ അറസ്റ്റ് ചെയ്യണമെന്ന് പിന്നോട്ട് മാറുന്നില്ല. ടോർച്ചറിങ് ഗവർണർക്ക് പങ്കുണ്ട്. വിദേശ രാജ്യത്തിരുന്നാണ് ടോർച്ചർ ചെയ്യുന്നത്. എല്ലാം കേട്ടു. ശരി, നമുക്ക് നോക്കട്ടെ. 1 മാസം നീട്ടി ഒരു അവധി പറഞ്ഞു. ശരി, അന്ന് വരാം. അന്ന് എന്നാ പറയണം, എത്ര മണിക്ക്, എവിടെ വരണം, അതിൻ്റെ ഡേറ്റ് പറയണം, എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇത് അദ്ദേഹം ചെറുപ്പത്തിൽ വളർന്നു വന്നതിൻ്റെ പ്രശ്നമാകാം. അല്ലെന്നുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡ് ഇംഗ്ലണ്ടിൽ ജനിച്ചാണ്. ആ ചൈൽഡ്ഹുഡ് സമയത്ത് നല്ല കെയർ പേരൻസിൻ്റെ കിട്ടിയിട്ടില്ല. അതൊരു കാരണമാകാം. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഇങ്ങനെയുള്ള കുട്ടികൾ അവർക്ക് ഒരു പൊരുത്തപ്പെടാത്ത ചില കാര്യങ്ങളുമായിട്ട് ബ്രെയിനിൽ കിടക്കും. അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. അങ്ങനെ ധാരാളം കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. ഒരു 20-40 വയസ്സിനും ഇടയ്ക്ക് ഉള്ളവർ ധാരാളം പേരെ ഞാൻ ഇദ്ദേഹത്തിന് 40 വയസ്സ് അടുത്തിട്ട് അങ്ങോട്ടുണ്ട്. അതിനിടയ്ക്കാണ് കൂടുതൽ ഇത് പ്രിവെയിൽ ചെയ്ത് വരുന്നത്. ഏതായാലും ഇപ്പോഴത്തെ യൂട്യൂബിൽ ഞാൻ കണ്ടത്, ഒരു പയ്യനെ പീഡിപ്പിക്കുന്നു, ടോർച്ചർ ചെയ്യുന്നു. ഏതോ ഒരു ഫ്രീക്വൻസിയിലാണ് അത് വരുന്നത്. തലയുടെ പിന്നിൽ ഏതോ ഒരു ചിപ്പ് വച്ചിരിക്കുന്നു. അത് ന്യൂറോ ചിപ്പാണ്. അദ്ദേഹം പറഞ്ഞാണ് ന്യൂറോ ചിപ്പ് വച്ചിരിക്കുന്നു. അവിടെ നിന്നാണ് റിലേ ചെയ്യുന്നത്. ഇയാളൊരു സാധാരണക്കാരനാണ്, വിദേശത്ത് പഠിച്ചെന്നേ ഉള്ളൂ. അപ്പം പിന്നെ ശത്രുക്കളൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഒരു ചിപ്പ് വെക്കുന്നത്? വീട്ടുകാരോ നാട്ടുകാരോ അതൊന്നും അറിഞ്ഞുകൂടാ. ചിപ്പുണ്ട്, അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. അത് ന്യൂറോ ലിങ്ക് ചിപ്പാണ്. അതിന് ഫ്രീക്വൻസിയൊക്കെ ഉണ്ട്. ചിലർ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി പരീക്ഷിച്ച് നോക്കി. അങ്ങനെ വീട്ടിനകത്തിരിക്കുമ്പം ആ ഫ്രീക്വൻസി കിട്ടുന്നുണ്ടോ നോക്കി, കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിനെ വെളിയിലിറക്കി വിട്ടു. അവിടെ ദൂരം മാറി നിൽക്കുക. എന്നിട്ട് വീടിനകം പരിശോധിച്ചു, ഫ്രീക്വൻസി ഇല്ല. അപ്പം നമുക്കറിയാം, ഈ FM റേഡിയോ ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞതാണ്. FM റേഡിയോയ്ക്ക് 88 മെഗാ ഹെർട്സും മുതൽ 108 മെഗാ ഹെർട്സ് വരെയാണ് അതിൻ്റെ ഫ്രീക്വൻസി, ഏറ്റവും ലോവറായിട്ട് FM റേഡിയോകളുടെ. അതേസമയത്ത് റേഡിയോയുടെ ഫ്രീക്വൻസി 3 കിലോ ഹെർട്സ് മുതൽ 3000 ജിഗാ ഹെർട്സ് വരെയാണ്. അതിൻ്റെ അളവ് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീക്വൻസി, ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി, ഒരു വേവ് ലെന്ത് ഇങ്ങനെ കടന്ന് പോകണം. പലരും പല പരീക്ഷണങ്ങളും നടത്തി. അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഇദ്ദേഹത്തിനെ വിളിച്ചു, ഈ ലേഡിയും വിളിച്ചുമൊക്കെ സംസാരിച്ചെന്നൊക്കെ യൂട്യൂബിനകത്ത് ഞാൻ കാണുന്നു. വേറൊരാൾ 2 വലിയ മാല അഗസ്ത്യകൂടത്തിൻ്റെ അങ്ങ് കൊണ്ടുപോയി 2 മലകളുടെ ഇടയ്ക്ക് ഇയാളെ നിർത്തി. ഫ്രീക്വൻസി ഉണ്ടോ? അവിടെ സാധാരണ മറ്റ് ഫ്രീക്വൻസി ഒന്നും വരത്തില്ല. വലിയ കാടാണ്, അതിൻ്റെ ഇരുവശത്തും മലകളാണ്. സാധാരണഗതിയിൽ റേഡിയോ ഫ്രീക്വൻസി, SMC ഫ്രീക്വൻസിയോ മറ്റ് ഫ്രീക്വൻസികളോ ഒന്നും അവിടെ വരാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. അന്നേരം ഒന്നും തോന്നണില്ല. അവിടുന്ന് മാറിക്കഴിയുമ്പം പുള്ളിയെ പീഡിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് പല ആൾക്കാരും ഇയാളെ വിളിച്ചുകൊണ്ട് ഈ പല പരീക്ഷണങ്ങൾ നടത്തും. അപ്പോൾ ഇത് നമുക്ക് ഒരു ശാസ്ത്രനാമമുണ്ട്, ബ്രെയിൻ ഫോഗ് എന്ന് അതിന് പറയുന്നത്. ചിന്തയും മെമ്മറിയും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തു. കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക്, സ്ഥിരമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും അവരെ ചെവി കൂടെ ഇത് പടക്കെ കടന്നു കയറി ബ്രെയിനെ അഫക്റ്റ് ചെയ്യും. ചിന്തയും അവരെ ഭീതിപ്പെടുത്തുന്ന ചിന്തയും അവരുടെ പല പ്രാവശ്യം സ്റ്റോർ ചെയ്ത മെമ്മറിയും കൂടെ ചേർന്ന് മിക്സ് ചെയ്യും. ഇതൊരു ചെറിയ മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ്. ഇത് ട്രീറ്റ് ചെയ്താൽ മാറുകയും ചെയ്യും. ചെറിയ ഓർമ്മക്കുറവൊക്കെ ഉണ്ട്, അമ്നീഷ്യ, ലോസ് ഓഫ് മെമ്മറി, നമ്മുടെ ചെറിയ മെമ്മറി നഷ്ടപ്പെടുക. ചില ഇൻഫോർമേഷൻ നമ്മുടെ മനസ്സിരിപ്പുണ്ട്, വെളിയിലോട്ട് വരില്ല. ചില വസ്തുക്കൾ നമുക്കറിയാം, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇത് ചെറുപ്പത്തിൽ നമ്മുടെ തലയ്ക്കൊരു ചെറിയ പരുക്കുകയോ ബ്രെയിനിൽ വല്ല ഇഞ്ചുറി ഉണ്ടാവുമോ, പിന്നെ ഇപ്പോഴത്തെ കുട്ടികളടിക്കുന്ന ഡ്രഗ്സ് അടിക്കുമ്പോഴോ, സ്ഥിരം മദ്യപാനികൾക്കും ഒരു അൽഷിമേഴ്സ് പോലെയുള്ള രോഗമൊക്കെ തോന്നാം. അത് ഡ്രഗ്സിൻ്റെയാണ്, അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെയാണ്, അല്ല ചെറുപ്പത്തിൽ തലയ്ക്കുണ്ടായ ഒരു മുറിവ് കൊണ്ടാണ്, അല്ല തലയ്ക്കകത്തുള്ള ബ്രെയിനിലൊരു ചെറിയ ഇഞ്ചുറി ഉണ്ടാകാം. പിന്നെ ചിലർക്ക് പോലീസിലും
അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ സ്ട്രെസ്സുണ്ട്. വീട്ടിലായാലും ശരി, സ്ഥിരം വഴക്ക്, വരുമാനമില്ല, സ്ട്രെസ്സ് കൂടും, ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അവർക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നത്തിൽ നിന്നാണ് ഇതുപോലെയുള്ള ചിന്തകൾ കാട് കയറി മിക്സ് ചെയ്ത് വെളിയിലോട്ട് വരുന്നത്. അത് സൈക്കോ തെറാപ്പിയിൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്. അവിടെ പോയാൽ ഇതിന് പരിഹാരം ഗ്രാജുവലായിട്ട് ഇതിൽ നിന്ന് മോചനം ഉണ്ടാവും. പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നുന്നുണ്ട്. അത് ഈ റേഡിയോ ആക്റ്റീവായ ചില ആൾക്കാർക്കാണ് തോന്നുന്നത്. ഞാൻ അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളത്തെ ഇംഗ്ലണ്ടിൽ പഠിച്ചാലുള്ള കാര്യം പറയുന്നത്. ഒരു ബാഡ് സ്മെല്ല് അങ്ങേർക്ക് വരുന്നുണ്ട്. കാരണം അത് ചില മൂവ്മെൻറ്റിൽ, ചില സന്ദർഭത്തിൽ തന്നെ ആരോ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുമ്പോഴാണ് അദ്ദേഹത്തിന് ബാഡ് സ്മെല്ല്. ഇവിടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡായി നമ്മൾ ഇവിടെ മൊബൈൽ ഫോണും മറ്റേതുമൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൽ പല കാര്യങ്ങളും അനാവശ്യമായി കയറി ഇറങ്ങി മിക്സ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കയറി, അതോടുകൂടി മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് റിയാലിറ്റി ഏതാണ്, യാഥാർത്ഥ്യം ഏതാണ്, ഫാബ്രിക്കേറ്റഡ് ഏതാണ്, ഇതിങ്ങനെയൊന്നും അറിയാൻ പറ്റുന്നതല്ല. കാരണം എല്ലാം യഥാർത്ഥമായിട്ട് തോന്നും. ഇത് മനുഷ്യൻ്റെ ചിന്തയ്ക്ക് വലിയധികം പ്രഹരമേൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. നോർമലായിട്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നൊരവസ്ഥയിലേക്ക്, വാസ്തവം ഏത്, റിയാലിറ്റി ഏത്, അല്ലെങ്കിൽ ബോഗസായിട്ട് വരുന്ന ഏത് ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ ബ്രെയിനുമായിട്ട് ചേരുന്നത് മനുഷ്യരാശിക്ക്, മനുഷ്യന് അവൻ്റെ അധോഗതിക്കും മനുഷ്യരാശിയുടെ അവസാനത്തിലേക്കും പോകുന്നത്. കാരണം നോർമൽ പേഴ്സണെ കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് നമുക്കറിയാം, ഓരോ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിൻ്റെ ബൈറ്റ് എന്നാണ് നമ്മുടെ ബ്രെയിനിന് എത്ര ബൈറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിലപ്പുറത്തോട്ട് കാര്യങ്ങൾ പോകുമ്പോൾ പിടിച്ചാൽ കിട്ടില്ല, അബ്നോർമലായിട്ട് പോകും, ചിന്ത അബ്നോർമലാവും, അതുപോലെ മെമ്മറി അബ്നോർമലാവും. ചിലതോർക്കും ചിലതോർക്കില്ല, അതുമായിട്ട് മിക്സ് ചെയ്യും. ചില കാര്യങ്ങൾ കാണുമ്പോഴാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് തീർച്ചയായിട്ടും ആധുനിക യുഗത്തിലെ ഇപ്പോഴത്തെ മൊബൈൽ ഫോൺ മുതൽ എല്ലാം ഡിജിറ്റൽ എക്യുപ്മെൻറ്റുകൾ ലേറ്റസ്റ്റായിട്ട് കണ്ടുപിടിക്കുന്ന എല്ലാം മനുഷ്യരാശിക്ക് ഉതകുന്നതാണെന്നാണ് മനുഷ്യരാശിക്ക് ഉതകുന്നതല്ല. ഇത് നമ്മുടെ അന്ത്യം കുറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നോർമലായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവർ കുറഞ്ഞു വരികയാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ സമൂഹം കംപ്ലീറ്റ് മാറി. ഡിജിറ്റൽ യുഗത്തിന് ശേഷമാണ് ആ മാറ്റം വന്നത്. സമൂഹത്തിലെ കുട്ടികളുടെ വയലൻസ്, ചെറുപ്പം മുതലേ വയലൻസ് കൂടുകയാണ്. അത് 10-12 വയസ്സിന് മുമ്പ് ചിലർ സൂയിസൈഡ് ചെയ്യുന്നു. 17 വയസ്സിനകത്ത് ലോകത്തിലുള്ള എല്ലാ മനസ്സിലാക്കിയ വിവരങ്ങൾ എൻജോയ് ചെയ്യാൻ നടക്കണു. പക്വതയില്ല. അത് ഒക്കെ നമ്മൾ ഇനി മനസ്സിലാക്കണം. കാരണം ഇന്ത്യയുടെ പൈതൃകത്തിലോട്ട് തന്നെ നമ്മൾ പോകണം. സാധാരണക്കാരനായിട്ട് ജീവിക്കുക, സാധാരണക്കാരി ജീവിച്ച് മരിക്കാൻ പഠിക്കുക. കാരണം നമ്മുടെ ഇതുപോലെയുള്ള ചിന്തകൾ ഒരു കൊഹറൻ്റായിട്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കുട്ടികളും വലിയവരും ഒക്കെ വരികയാണ്. അതിന് യുഗത്തിനോടൊപ്പം നമ്മുടെ ബ്രെയിൻ സഞ്ചരിക്കില്ല. ഇതുപോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മൊബൈൽ ഫോൺ അധികം ഉപയോഗിക്കാൻ പാടില്ല. കാരണം അവർ പറയണത് ഈ ഫ്രീക്വൻസിയിൽ അവരൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഒരാൾ. അതൊരു ചേംബർ, ISROയിലെ ഒരു ചേംബറുണ്ട്, അല്ലെങ്കിൽ അവർ പരീക്ഷണത്തിലുള്ള ചേംബറിനകത്ത് ഫ്രീക്വൻസി ഒന്നും കയറില്ല. അതിനകത്ത് ഒരാൾ കയറി നിന്ന് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഉണ്ടോ ഇല്ലയോ എന്നറിയാം. അതുപോലെ ഈ ഒരു പയ്യനെ ബാംഗ്ലൂർ എവിടെയോ കൊണ്ടുപോയി ഒരു ചേംബറിനകത്ത് കയറ്റി അവർ നോക്കി, അന്നേരം ഒന്നും ഉണ്ടായില്ല. ഏതായാലും നമുക്ക് 5Gയുടെ മൊബൈൽ വന്നു, 6Gയുടെ മൊബൈലോട്ട് വരികയാണ്. അത് ആ ഫ്രീക്വൻസിയിൽ ഉള്ള വ്യത്യാസത്തിൻ്റെ പുറത്താണ് നമുക്ക് വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു ഇല്യൂഷൻ നമുക്കറിയാം, മാന്ത്രികന്മാർ ഇല്യൂഷൻ കാണിക്കുന്ന പോലെ നമ്മുടെ ബ്രെയിനിലെ ഇല്യൂഷനിലേക്ക് പോവുകയാണ്. അത് നമ്മുടെ നാശത്തിനും നമ്മൾ പോയി ആപത്തിൽ ചാടാനും ആക്സിഡൻറ്റിൽ പെടാനും ഒക്കെ സാധിക്കും. നമ്മുടെ കണക്കൂട്ടലെല്ലാം തെറ്റും. അപകടം ധാരാളം ഉണ്ടാകുന്ന നമ്മൾ ദൈനംദിനം കാണും, വാഹനങ്ങളുടെ അപകടം. നമ്മുടെ കണക്കൂട്ടലെല്ലാം തെറ്റുകയാണ്. നമ്മൾ ഇമാജിനറി വേൾഡിൽ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് ഡിജിറ്റൽ ഉപകരണങ്ങൾ അധികം ഉപയോഗിക്കരുത്, ബ്രെയിനെ പീഡിപ്പെടുത്തരുത്. നമ്മൾ നോർമലായിട്ട് ചിന്തിക്കാനും നോർമലായിട്ടും പ്രവർത്തിക്കാൻ നമുക്ക് ബ്രെയിൻ ആവശ്യമാണ്. അത് ടാമ്പർ ചെയ്യരുത്. അതുകൊണ്ട് മൊബൈൽ ഫോണ് കുറേശ്ശെ ഉപയോഗിക്കുക. ശബ്ദം വലിയ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കാതെ മാറിപ്പോവുക.
നമുക്ക് ഒരു ഇന്ത്യയിലെ ഒരു പാട്ടുകാരിക്ക് കഴിഞ്ഞ ദിവസം മെമ്മറി ലോസ് ഉണ്ടായതൊക്കെ നമുക്ക് ഓർമ്മയിൽ വരണം. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിരിക്കണം നമ്മുടെ കണ്ണ്, മൂക്ക്, നമ്മുടെ ചെവി. അത് വളരെ സുരക്ഷിതമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. കൂടുതൽ നേരം നമ്മൾ ഇതുപോലെ റേഡിയോ ആക്റ്റീവ് ഉണ്ടാകുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാനും പാടില്ല.